ഇത്രയും വിവരം കിട്ട ഒരാളെയാണ് കോൺഗ്രസ് പ്രധാനമന്ത്രിയാക്കാൻ വെച്ചേക്കുന്നത്. അടുത്ത ഇലക്ഷൻ ജയിച്ചിട്ട് പ്രധാനമന്ത്രിയാക്കാൻ വെച്ചേക്കുന്ന ഇത്രയും ഒരു പൊട്ടനായിട്ടുള്ള ഒരു വ്യക്തിയെ. ഈ പാകിസ്ഥാൻ്റെ കയ്യിൽ എണ്ണയുണ്ടെന്ന് പാകിസ്ഥാനിലുള്ള ഗവൺമെൻറ്റിന് പോലും എവിടാന്നറിയാം. സമയത്ത് എന്ന് പറഞ്ഞാൽ റഷ്യ തീയെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു 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 ബ്രഹ്മാണ്ഡ രാജ്യമാണ് ആ സമയത്ത്. USSR എന്ന് പറഞ്ഞ ബ്രഹ്മാണ്ഡ രാജ്യം. നമസ്കാരം, ഞാൻ ശരത്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേറൊന്നുമല്ല, ഇപ്പം ആഗോള ഇന്ത്യയിൽ അല്ലെങ്കിൽ ആ ലോകത്ത് ഏറ്റവും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, ട്രംപ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ലോകത്ത് ഏറ്റവും സമ്പന്നമായ രാജ്യം അമേരിക്കയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ട്രംപ്. അപ്പോൾ പുള്ളി കയറി അന്ന് തൊട്ട് അമേരിക്കക്കാർക്കായാലും ലോകരാഷ്ട്രങ്ങൾക്കായാലും ആർക്കാണെങ്കിലും പണികളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ കയറിയപ്പോൾ തൊട്ട് അവിടെയുള്ള ആൾക്കാർക്ക് വരെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ പുള്ളി ഇപ്പം നമുക്കിട്ട് പണിയാൻ നിൽക്കുവാണ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇറക്കുമതി കയറ്റുമതിയിൽ ഭയങ്കര ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ പുള്ളി നികുതി, ഡ്യൂട്ടി എന്നൊക്കെ പറയത്തില്ല, തീരുവ എന്നാണ് അതിൻ്റെ മലയാള വാക്ക്, അതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്താണ് കാരണം, അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹാഷ്ടാഗിൽ തന്നെ തുടങ്ങാം. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാഷ്ടാഗാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കൂടുതലും മലയാളികളാണ് ഈ ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നത്. പോടാ പുല്ലേ ട്രംപേ. എന്തിനാ പറയുന്നത്? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതാണ് നമ്മുടെ രാജ്യത്തിനൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. പോടാ പുല്ലേ ട്രംപേ. അപ്പം വിഷയത്തിലേക്ക് കടക്കാം, കൂടുതലൊന്നും വേണ്ട. അപ്പം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ, അതെന്തോ ആയിക്കോട്ടെ, അപ്പാരൽസ്, ബാഗുകൾ, കുട്ടികളുടെ കുടകൾ, അതുപോലെ സ്പൈസസ്, ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കൂടുതലും സ്പൈസസ് ഒക്കെയാണ്. അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തുണ്ടാക്കുന്ന പല സാധനങ്ങൾ, ഇതെല്ലാം നമ്മൾ കയറ്റുമതി ചെയ്യും. മറ്റു രാജ്യത്തെ സാധനങ്ങൾ നമ്മളും വാങ്ങിച്ച് ഉപയോഗിക്കും. അപ്പോൾ ഈ സാധനങ്ങൾക്ക് ഓരോ രാജ്യം ഒരു നികുതി അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി, ഒരു തീരുവ ഇത്ര ശതമാനം നൽകണം എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അപ്പം ഇത് അമേരിക്ക വളരെ, അതായത് 25% മേലെ നമുക്ക് കൂട്ടിയിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് പല മേഖലകളിലും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് അമേരിക്ക 50% തീരുവയാണ് ചെലുത്തിയിരിക്കുന്നത് നമുക്ക്. കാനഡയ്ക്ക് 35%, ചൈനയ്ക്ക് ഏതാണ്ട് 100-ന് മേളിലൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് തുടങ്ങിയത് ഇവിടാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, പല ആൾക്കാരും ഇപ്പോൾ പറയും, അമേരിക്കയിൽ ട്രംപ് തീരുവ കൂട്ടിയാലില്ലെങ്കിൽ നമുക്കിവിടെ എന്തുവാ, നമുക്കിവിടെ 500 രൂപയുടെ വെളിച്ചെണ്ണ 1 ലിറ്റർ വാങ്ങിക്കുന്നത് നമുക്കിത് എന്തുവാണ്. പക്ഷേ അങ്ങനല്ല. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ പല സമയത്ത് ഇപ്പോൾ നിലവിലുണ്ട്. ഭാവിയിൽ അത് മാറാം. അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വീഡിയോയുടെ അവസാനം പറയാം, നിങ്ങളത് വ്യക്തമായിട്ട് കേൾക്കുക. അപ്പം ഇപ്പം നിലവിൽ നമുക്കിതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കിറ്റെക്സ് എന്ന് പറയുന്നൊരു കമ്പനി കേട്ടിട്ടുണ്ടോ? അതായത് ബാഗ്, കോട്ട, കുട്ടികളുടെ അപ്പാരൽസ്, അവരുടെ തുണി, അവരുടെ സ്കൂൾ ഉൽപ്പന്നങ്ങൾ, അങ്ങനെ പല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് കിറ്റെക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ കുട്ടികളുടെ സാധനം ഉണ്ടാക്കുന്നതിൽ 2ാം സ്ഥാനത്തുള്ള കമ്പനിയാണ് കിറ്റെക്സ്. ഈ കിറ്റെക്സിൻ്റെ ഏകദേശം 70%, ഇപ്പോൾ കിറ്റെക്സ് 100 കുടകൾ ഉണ്ടാക്കിയാൽ 70 കുട അമേരിക്കയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അതായത് കിറ്റെക്സിൻ്റെ വരുമാനത്തിൻ്റെ 70%-ഓളം വരുമാനം അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഇത് ഞാൻ തന്നെ അന്തം വിട്ടു. ഇപ്പോൾ പലർക്കും കേട്ടും നമ്മളെ, അതായത് 34 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. നമ്മളിവിടെ 150-നടുത്ത് എത്തിയെന്നാണ് പറയുന്നത്. ആ 34 കോടി ജനങ്ങളുള്ള ആ അമേരിക്ക പോലുള്ള രാജ്യത്താണ് ഈ കിറ്റെക്സ് പോലുള്ള കമ്പനി, അതിൻ്റെ മെജോറിറ്റി ഏകദേശം 30% അവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, സെയിൽസ് നടക്കുന്നത് അമേരിക്കയിലാണ്. അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ ട്രംപ് ഈ തീരുവ കൂട്ടുവാന്ന് വെച്ചോ, പുള്ളി പറയുന്ന പോലെ ഇപ്പോൾ തീരുവ കൂട്ടുവാണെങ്കിൽ കിറ്റെക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ 10,000-കണക്കിന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവർക്കത് വിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യാൻ പറ്റില്ല. അവിടെ ഉള്ള ജനങ്ങൾക്കത്, അല്ലെങ്കിൽ ആ തൊഴിലാളികൾക്ക്, 10,000-കണക്കിനുള്ള തൊഴിലാളികൾക്ക് അവിടെ അടിയാണ് ഉണ്ടാകുന്നത്. ചിലപ്പം കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ്, അവരുടെ ലാഭം കുറഞ്ഞു, അവരുടെ ഒരു ആസ്തി ഉണ്ടല്ലോ, ആസ്തി കുറഞ്ഞ് ചിലപ്പം തൊഴിലാളികളെ പിരിച്ചുവിടാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാം. ഇത് അവരെ ബാധിക്കുന്ന ഒരു ഭയങ്കര വലിയൊരു വിഷയമാണ്. കെൽട്രോൺ എന്ന് പറയുന്ന കമ്പനി അറിയാമോ? കേരളത്തിലെ ഒരു കമ്പനിയാണ്. കേരളത്തിൽ മെയിനായിട്ട് ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ്. കെൽട്രോണിൻ്റെ സാധനങ്ങളൊക്കെ ധാരാളം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. പിന്നെ ഗുജറാത്തിലെ രത്നങ്ങൾ, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ രത്നം, വജ്രം, രത്നം, ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ നാടാണ് ഗുജറാത്ത്. അപ്പോൾ അവിടെ നിന്നുള്ള രത്നങ്ങളും വജ്രങ്ങളെല്ലാം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അമേരിക്ക അത്രത്തോളം ഇതുപോലുള്ള സാധനങ്ങളുടെ ഒരു ഉപഭോക്താവാണ് അമേരിക്ക എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. അതായത് നമ്മളിപ്പോൾ 4ാം സ്ഥാനത്താണ്, അവർ 1ാം സ്ഥാനത്താണ്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പന്നതയുടെ 6 ഇരട്ടിയോളം ഉണ്ട്. ഏകദേശം 6 ഇരട്ടിക്ക് മുകളിലുണ്ട് അമേരിക്കയുടെ GDP. അത് തന്നെ മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ മരുന്ന്, ഇലക്ട്രിക്കൽ, ലാബ്, അതായത് ഇപ്പോൾ ഈ ലാബിനകത്ത് ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വളരെയധികം രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പിന്നെ ടീ, കോഫി, സ്പൈസസ്, ഏലക്ക,
ഇത് പറയുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് അറിയുന്നത് കേരളത്തിലാണ് ഈ സാധനങ്ങളൊക്കെ കൂടുതലും ഉണ്ടാക്കുന്നത്. അറിയാം, മൂന്നാർ അതുപോലുള്ള നമ്മുടെ നാട്ടിലൊക്കെ സ്പൈസസ്, അതുപോലെ കശുവണ്ടി ഏറ്റവും കൂടുതൽ കൊല്ലത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ കശുവണ്ടി ഫാക്ടറികളൊക്കെ ഉള്ളത് കൊല്ലത്താണ്. അപ്പം സ്പൈസസ് ഉൽപ്പന്നങ്ങളിൽ ഏലക്ക ഇതൊക്കെ കയറ്റുമതി ചെയ്യുന്നത് അങ്ങോട്ടാണ്. കാരണം നമുക്ക് അത്രയും നമ്മുടെ സാധനങ്ങൾ അവിടോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ. ഈ കേരളത്തിൻ്റെ മെയിൻ സാധനങ്ങളാണല്ലോ ഇതുപോലുള്ള ഈ എന്താ പറയുന്നത്, ഈ നാണ്യവിള, ഇതൊക്കെയാണ് കേരളത്തിൻ്റെ മെയിനായിട്ടുള്ളത്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ ട്രംപ് വിചാരിക്കുന്ന ട്രംപാണ് ലോകത്തിൻ്റെ ഒരു മെയിൻ പ്രധാനമന്ത്രി. അദ്ദേഹം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടല്ല പുള്ളി കരുതുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിയാണെന്നാണ് വിചാരിക്കുന്നത്. അതായത് പുള്ളി പറയുന്നത് പോലെ ചെൽപ്പടിയിൽ നിൽക്കണം, അതാണ് മെയിൻ സംഭവം. നമ്മളെല്ലാ രാജ്യങ്ങളും പുള്ളി എന്ത് തീരുമാനം എടുക്കുന്നു അതിനൊപ്പം തന്നെ നിൽക്കണം എന്നാണ് ഈ ട്രംപ് പറയുന്നത്. കാരണം ഈ ട്രംപ് ഈ അടുത്തിടയ്ക്ക് കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, ഇന്ത്യയിൽ വിഷയങ്ങളുണ്ടാക്കിയപ്പോൾ, ഇന്ത്യയിൽ നിന്നല്ല പൊതുവെ ലോകരാജ്യങ്ങൾക്ക് വിഷയം ഉണ്ടാക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ചുമ്മാ അങ്ങ് പറഞ്ഞേക്കും. പുള്ളി കാരണമാണ് അത് നിർത്തിയത്, ആ യുദ്ധം നിർത്തിയത്. അത് ഞാൻ പറയാം. അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ ടാക്ടിക്സ്, അത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം, നമ്മളെ ഇങ്ങനെ പ്രഷർ ചെയ്ത് അവർക്ക് അയാളുടെ ഈഗോ കൊണ്ട് ഇത് നേടിയെടുക്കുക എന്നാണ് ഈ ട്രംപിൻ്റെ മെയിൻ സംഭവം. അതാണ് പ്രഷർ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് പ്രഷർ നൽകി അദ്ദേഹത്തിന് അത് നേടിയെടുക്കുന്നുള്ളൂ. അത് രാജ്യാന്തര കാലഘട്ടം, അതായത് രാജാക്കന്മാരുടെ കാലഘട്ടം പണ്ട് കാലം തൊട്ടേ ഉള്ളൊരു സംഭവമാണ് ഈ പ്രഷർ ടാക്ടിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ മെയിനായിട്ട് പുള്ളിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം ഇത് കേൾക്കുക, റഷ്യയുമായിട്ടുള്ള ബന്ധം. നമുക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും നമുക്കത് വിടാൻ പറ്റത്തില്ല. കാരണം റഷ്യ അത്രയ്ക്കും നമുക്കൊരു സപ്പോർട്ടീവായിട്ടുള്ള രാജ്യമാണ്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടന്ന സമയത്ത് നമുക്ക് റഷ്യ നിർമ്മിച്ച് നൽകിയ ഒരു ആയുധം ഉണ്ടായിരുന്നു, S-400 സുദർശന ചക്ര. ഈ സാധനം ഇല്ലായിരുന്നെങ്കിൽ എത്ര മിസൈൽ നമ്മുടെ രാജ്യത്ത് വന്നേനെന്നറിയോ? കാരണം നമ്മുടെ എയർ ഡിഫൻസിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു S-400. ഇപ്പോൾ നിലവിൽ S-400ൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഇന്ത്യയും റഷ്യയും തമ്മിൽ നിർമ്മിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എണ്ണ, അതുപോലെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, എണ്ണ, ഡീസൽ, എണ്ണ, പിന്നെ പെട്രോൾ, LPG, ഇതുപോലുള്ള മനസ്സിലായില്ലേ, ഗ്യാസ് ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് വൻതോതിൽ റഷ്യയായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. പുള്ളി പറയുന്ന റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ നിർത്തുക, ഇതാണ് പുള്ളിയുടെ മെയിനായിട്ടുള്ള വാദം. അത് ഇയാൾ പറയുമ്പോൾ നമ്മളത് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം, ഈ മുട്ട എന്ന് കേട്ടിട്ടുണ്ടോ? നാമക്കൽ മുട്ട നഗരം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് നാമക്കൽ. അപ്പോൾ അവിടെയൊക്കെ കോടിക്കണക്കിന് മുട്ട ഈ ഒരു വിഷയം കാരണം ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുവാണ് അവിടെ. ഇപ്പം ഒരു 4 രൂപയ്ക്ക് അല്ലെങ്കിൽ ഉള്ള മുട്ട അവിടെ കയറ്റുമതി ചെയ്യുമ്പോൾ 7 രൂപ, അമേരിക്കയിൽ ചെല്ലുമ്പോൾ അത് 16 രൂപയാവാം. അത് ഈ ഒരു വിഷയം വരുമ്പോഴത്തേന് അതിങ്ങനെ കെട്ടിക്കിടക്കും. നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റാതെ ഉള്ള ഒരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ പലർക്കും ഇതിനെപ്പറ്റി ട്രംപ് അത് ചെയ്യുമ്പോൾ നമ്മളെ പോലെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഇതൊന്നും അയാൾ എന്ത് ചെയ്യുന്നതെന്ന് പറയും. പക്ഷെ നമ്മുടെ രാജ്യത്തിന്, നമ്മൾ താമസിക്കുന്ന ഈ രാജ്യത്തിന് ഇതൊരു പ്രശ്നം തന്നെയാണ് നിലവിൽ. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളൊരു വിദേശത്തുള്ള ഒരു ഫുഡ് നമ്മൾ ഇരുന്ന് കഴിക്കാൻ പോകും, ഒരു കടയിൽ കയറി 100 രൂപയാണ് ആ ഫുഡിൻ്റെ റേറ്റ്. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ചെല്ലുമ്പോൾ ആ ഫുഡിൻ്റെ റേറ്റ് 150 രൂപ പറയുക. അതേ ഫുഡിൻ്റെ റേറ്റ് 150 രൂപ പറയുകയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആ വിദേശത്തുള്ള അതേ ഫുഡ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അതേ ടേസ്റ്റിൽ ഒരാൾ ഉണ്ടാക്കി തരുവാണ്, അതേ 100 രൂപയ്ക്ക്. നമ്മൾ ഏത് പോയി കഴിക്കും? ഗുണനിലവാരവും പൈസയും നോക്കി നമ്മൾ അതിലോട്ട് മാറും. അപ്പോൾ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ അവിടെയാണെങ്കിലും ഇത് തന്നെ, ഇവിടെയാണെങ്കിലും ഇത് തന്നെ. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം അവിടെ നിന്ന് വരുന്ന KFCയുടെ മസാല, KFCയുടെ ചിക്കൻ ഇവിടെ നിന്നാണെങ്കിലും KFCയുടെ മസാലയുണ്ട്, അതിന് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റേറ്റ് മാറാം. അപ്പം നമ്മൾ KFC കെന്തുക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന സാധനത്തിന് അതേ ക്വാളിറ്റിയിൽ അതേ ടേസ്റ്റിൽ നമ്മുടെ നാട്ടിൽ അതേ ഫ്രൈഡ് അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻസ് ഉണ്ടാക്കി തരുവാണെങ്കിൽ നമ്മൾ അതേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം സ്വദേശിവൽക്കരണം ഇവിടെ മജോറിറ്റി നമുക്ക് വേണം. നമ്മൾ മാക്സിമം നമ്മുടെ പ്രോഡക്റ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കും. അപ്പം അവിടുത്തെ കയറ്റുമതി, അതായത് അമേരിക്കയുടെ കയറ്റുമതി മാറും, നമ്മുടെ ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള കയറ്റുമതിയും കുറയും. ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രംപ് ചെയ്തത് എന്താണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ തീരുവ കുറച്ചു. ഇപ്പോൾ ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് കണ്ടണം. നമ്മുടെ അയൽ രാജ്യമാണ്. വർഷങ്ങളായിട്ട് നമുക്ക് അയൽ രാജ്യമായിട്ട് ഏറ്റവും ശത്രുതയുള്ളത് നമുക്ക് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനെ ഇവർ സപ്പോർട്ട് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ആ പാകിസ്ഥാനെ ഇവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അതായത് അവരുടെ തീരുവ കുറച്ചു, അവരുടെ ഇറക്കുമതി കയറ്റുമതിയിലേക്ക് കംപ്ലീറ്റ് ടാക്സും വെട്ടി കുറച്ചു. അവർ സപ്പോർട്ട് ചെയ്യുവാണ്. എന്തിനാ? നമ്മളെ അടിക്കാൻ. ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ ചേർന്ന് ചിലപ്പോൾ തീവ്രവാദത്തിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഫണ്ടൊക്കെ ഇറക്കി അവിടെ ഫണ്ടിങ് ഒക്കെ നടക്കും. അങ്ങനെ അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്, ട്രംപ് ലോക നേതാവ് എന്നുള്ള ഒരു മൈൻഡാണ് പുള്ളിക്ക്. കാരണം
ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടന്നപ്പോൾ അടുത്തിടയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂർ ആ വിഷയം നടന്ന് യുദ്ധം നടങ്ങിയ സമയത്ത് ഇദ്ദേഹം ഈ ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടു. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇടപെട്ടിട്ടാണ് നമ്മൾ വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനും നടത്തിയത് എന്ന് പറഞ്ഞ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ട്. അത് നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററും നമ്മുടെ ആഭ്യന്തര മന്ത്രിയും എല്ലാവരും അത് ഡയറക്റ്റായിട്ട് തന്നെ തള്ളി. അങ്ങനെ ഒരു സംഭവം നടക്കാതെ നമ്മൾ സ്വന്തമായിട്ട് നിർത്തിയതാണ് എന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞു. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ക്വിൻ ടവർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ടവർ അവിടുത്തെ ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിട്ട് ആ ടവർ ഇടിച്ച് നിരത്തി തരിപ്പണമാക്കി ഒരുപാട് ആൾക്കാരെ കൊന്ന ഒരു വ്യക്തിയാണ് ഒസാമ ബിൻ ലാദൻ. അമേരിക്കയുടെ അത് നിങ്ങൾ ഒരു പക്ഷേ ഒരു ഒട്ടുമിക്ക ആൾക്കാരും കേട്ട സംഭവമാണ്. അപ്പം ഈ ഒസാമ ബിൻ ലാദന് അഭയം കൊടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. എന്നിട്ടും ആ പാകിസ്ഥാനെ ഇന്ന് സപ്പോർട്ട് ചെയ്യുവാണ്. ഒന്ന് ചിന്തിക്കണം. 1971 ഏകദേശം 1971 സമയത്താണ് ഇന്ത്യയും പാകിസ്ഥാൻ യുദ്ധ സമയത്ത്, അന്നത്തെ കാലത്തെ യുദ്ധ സമയത്ത് ചൈനയും അമേരിക്കയും ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് അത്രയ്ക്കും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ റഷ്യ തീയെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ രാജ്യമാണ് ആ സമയത്ത്. USSR എന്ന് പറഞ്ഞ ബ്രഹ്മാണ്ഡ രാജ്യം. ആ രാജ്യത്ത് ആ സമയത്ത് നമുക്ക് സപ്പോർട്ടീവായിട്ട് അവരുടെ യുദ്ധക്കപ്പലുകൾ നൽകിയ ആൾക്കാരാണ് റഷ്യ. ആ റഷ്യ നമുക്ക് എന്ത് പ്രതിസന്ധികളുണ്ടായാലും നമുക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. റഷ്യ നമുക്ക് അത്ര സപ്പോർട്ടീവായിട്ടുള്ള രാജ്യമാണ്. ഇത്രയൊക്കെ ഈ ട്രംപ് ചെയ്തിട്ട് നമ്മൾ റഷ്യ തള്ളിപ്പറഞ്ഞില്ല. അതാണ് റഷ്യയുമായിട്ടുള്ള നമുക്കുള്ള ബന്ധം ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ് കാണിക്കണം. ഓരോ റഷ്യൻ പൗരന്മാരും ചിന്തിക്കണം. ഓരോ ഇന്ത്യക്കാരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുപോലെ ഇസ്രായേലും റഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള രാജ്യമാണ്. ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുവാണെങ്കിൽ 25% നമ്മൾ നമ്മുടെ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഈ 25% നമ്മൾ ഒഴിവാക്കിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെന്ന് പറഞ്ഞ ഒരു ചില്ലറ രാജ്യമല്ല. നമുക്കിപ്പം ഈ കയറ്റുമതി പെട്ടെന്നൊരു സമയത്ത് ഇല്ലാതാകുമ്പോൾ ഒരു പ്രശ്നമുള്ളൂ. നമ്മൾ കാലക്രമേണ നമ്മുടെ രാജ്യത്തിന് അതൊന്നും ഒരു വിഷയമല്ല. കാരണം നമ്മളിവിടെ 150 കോടി ജനങ്ങളുണ്ട്. എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും നമുക്കിവിടെ മാർക്കറ്റ് ചെയ്യാനും ഇവിടെ ഒരു വലിയൊരു ചാൻസസ് ഉണ്ട്. നമ്മുടെ രാജ്യം തന്നെ ഒരു വലിയൊരു മാർക്കറ്റാണ്. ഇവിടെ അത്രത്തോളം ജനങ്ങളുണ്ടെന്നേ. ഇപ്പോൾ അമേരിക്കയുടെ 5 ഇരട്ടിയോളം ജനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. 25% സാധനങ്ങൾ നമ്മൾ അവിടെ ഒഴിവാക്കിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് വിടണം. ഇപ്പോൾ നമുക്ക് UK ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ട്രേഡ് തുടങ്ങി തന്നില്ലേ. നമ്മൾ റഷ്യ ഉണ്ട്, നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇതുകൊണ്ടൊക്കെ ചെയ്യണം. മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് നമുക്ക് കയറ്റുമതി ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നമുക്കിപ്പോൾ ഉണ്ട്. നമ്മുടെ രാജ്യം അത്രത്തോളം വളർന്നുകൊണ്ട് ഏറ്റവും വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന എക്കണോമി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഇന്ത്യൻ എക്കണോമി 10ാം സ്ഥാനത്താണ്. ഇന്ന് 4ാം സ്ഥാനം. നമ്മൾ വൈകാതെ ജർമ്മനി മറികടക്കും. നമ്മൾ 3ാം സ്ഥാനത്തെത്തും. ഇതാണ് ഈ ട്രംപിനെ ഏറ്റവും വിഷയം. നമ്മളെ മാക്സിമം തളർത്തി നമ്മുടെ വളർച്ച കുറയ്ക്കണം. നമ്മൾ വളർന്നവർക്കൊക്കെ വിഷയമാണെന്നുള്ള ഒരു അസൂയാണ് ഈ ട്രംപ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക്. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ 40% കൂടുതൽ സാധനങ്ങളാണ് ബ്രസീൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ആ രാജ്യത്തോട് ഇത്രയും തീരുവകൾ കൂട്ടി. കാരണം അവർക്ക് വേറെ വഴിയില്ല. അവർ ഏറ്റവും കൂടുതൽ കയറ്റുമതി അമേരിക്ക ഡിപ്പെൻഡ് ചെയ്താണ് ആദ്യം. അവർ പോലും പറയണം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി, ഞാൻ ഞങ്ങളുടെ കാര്യം നോക്കുകയാണ്. അതാണ് നമ്മുടെ റഷ്യയുമായിട്ടുള്ള ബന്ധം നമ്മൾ കാണിക്കുകയാണ്. നമ്മളിവിടെ ഒന്നിച്ചിരിക്കണം. അതാണ് മെയിനായിട്ട് പറയുന്നത്. ഈ ട്രംപ് പറയുവാണ്, എന്താ പറയുന്നത്, പാകിസ്ഥാൻ നമുക്ക് ഭാവിയിൽ എണ്ണ തരുമെന്ന്. ഈ പാകിസ്ഥാൻ്റെ കയ്യിൽ എണ്ണയുണ്ടെന്ന് പാകിസ്ഥാനിലുള്ള ഗവൺമെൻറ്റിന് പോലും എവിടാന്ന് അറിയത്തില്ല. അത്രയ്ക്ക് ചത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത്. അവരിൽ ഒന്നുമില്ല. അവരിൽ ഇത്ര എണ്ണ ഉണ്ടായിരുന്ന അവരിപ്പം സൗദി അറേബ്യയും ദുബായൊക്കെ പോലെ ആയനെ വലിയ വലിയ രാജ്യമാണ്. അവർ അത്രയും ചത്ത എക്കണോമിയാണ് അവരുടെ പാകിസ്ഥാൻ്റെ. അവരുടെ എണ്ണയൊന്നുമില്ല. ഈ ട്രംപ് അവരോട് ചേർന്ന് എണ്ണ ഖനനമൊക്കെ നടത്തി ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ നമ്മൾ വാങ്ങിക്കുമെന്ന്. നമ്മൾ ഉപഭോക്താവല്ല, ഇന്ത്യ ഉപഭോക്താവല്ല. നിലവിൽ നമ്മുടെ എല്ലാം ഉണ്ടാക്കാനുള്ള ക്യാപ്പബിലിറ്റി ആയി നമ്മൾ. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം. ഇത് വളരെ എന്താ പറയുന്നത്, കേട്ടിട്ട് തന്നെ നമുക്ക് അത്രയ്ക്കും ദേഷ്യം വന്നൊരു കാര്യമാണ്. അടുത്തിടയ്ക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു ഒരു മാധ്യമം. അപ്പോൾ രാഹുൽ ഗാന്ധി പറയാം നമ്മുടെ ഇന്ത്യയുടെ ഡെഡ് എക്കണോമിയാണെന്ന്. ട്രംപ് പറയുന്ന കാര്യമാണ് നമ്മുടെ ഡെഡ് എക്കണോമിയാണെന്ന്. അതേ സാധനം രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടി അടുത്ത പ്രധാനമന്ത്രിയാക്കാൻ വെച്ചിരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ഇത്രയും വിവരം കെട്ട ഒരു മനുഷ്യൻ
ഒരു പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ നിലവിലെ പ്രതിപക്ഷ നേതാവാണ്, ഇത്രയും വിവരം കെട്ട ഒരു മനുഷ്യനാണ് പറയുന്നത് ഇന്ത്യയുടെ ഡെറ്റ് എക്കണോമിയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വിവരം കെട്ട ആൾ, അതായത് ഒരു വിവരവും 10 പൈസയ്ക്ക് വെളിവില്ലാത്ത രീതിയിൽ എടുത്തടിച്ച രീതിയിൽ സംസാരിക്കുന്ന ഇത്രയും വിവരം കെട്ട ഒരാളെയാണ് കോൺഗ്രസ് പ്രധാനമന്ത്രിയാക്കാൻ വെച്ചേക്കുന്നത്. അടുത്ത ഇലക്ഷൻ ജയിച്ചിട്ട് പ്രധാനമന്ത്രിയാക്കാൻ വെച്ചേക്കുന്ന ഇത്രയും ഒരു പൊട്ടനായിട്ടുള്ള ഒരു വ്യക്തിയെ. ഇദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഇന്ത്യയുടെ ഇത്രയും ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എക്കണോമി ആയിട്ടുള്ള ഇന്ത്യൻ എക്കണോമി, ലോക സാമ്പത്തിക ശക്തിയുടെ 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യയെ പറയുന്നത് ഡെറ്റ് എക്കണോമി എന്ന്. അപ്പോൾ ഇവൻ എന്ത് വിവരം ഉണ്ടെന്ന് ആലോചിക്കുക. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊട്ടനെ എന്ത് വിവരമുണ്ട്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന എന്തുണ്ടായാലും അതിന് ഒറ്റ കെട്ടായിട്ട് നിൽക്കണം. ജാതി, നിങ്ങളുടെ ജാതിയായി എന്തായിക്കോട്ടെ, മതമായിക്കോട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു ഐഡിയോളജി ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ രാജ്യത്തെ ചോദ്യം ചെയ്യുക, നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ പുറത്തു നിന്ന് ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അത്രയും വലുതാണ്. ഇന്ന് ട്രംപ് നമുക്കൊരു നല്ലതാണിത്, മനസ്സിലായി. നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തരണം ചെയ്യണം. അങ്ങനല്ലേ അംബാനിയും യൂസഫ് അലിയും അദാനിയും ഇവരൊക്കെ വളർന്നു വന്നത്. പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തരണം ചെയ്ത് നമ്മൾ അവിടേക്കുള്ള കയറ്റുമതി കുറച്ചിട്ട് വേറെ രാജ്യത്തേക്ക് കൂട്ടണം. നമുക്കതൊരു നല്ല കാര്യം. നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ സ്വദേശിവൽക്കരണം മാക്സിമം നമ്മുടെ നാട്ടിലുള്ള റിലയൻസ്, നമ്മുടെ ടാറ്റ, ഇതുപോലുള്ള നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഏറ്റവും നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മുടെ രാജ്യത്തെ സാധനങ്ങൾ മാത്രം വാങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരുപാട് സാധനങ്ങൾ വിദേശത്ത് ചൈനയുടെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളുടെ സാധനങ്ങളും പ്രോഡക്റ്റുകളും ഒക്കെ നമുക്ക് വലുതായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളത് വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പക്ഷേ പറയുമോ നടക്കുന്ന കാര്യമാണെന്ന് ഉറപ്പ് പറയുന്നില്ല. ഇപ്പോൾ BJP ഭരണം മാറി കോൺഗ്രസ് ഭരണം വരുവാണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ, തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വേറെ ആരെങ്കിലും പ്രധാനമന്ത്രിയാക്കണം. കാരണം ഇദ്ദേഹം ഒന്നും ഒരു രാജ്യം ഭരിക്കാനുള്ള കഴിവില്ലാത്തവനാണ്. ഒരു രാജ്യം ഭരിക്കാനുള്ള, ഈ രാജ്യം എന്ന് പറഞ്ഞാൽ 150 കോടി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, ഇത്രയും വലിയ രാജ്യം, ഈ രാജ്യം ഭരിക്കേണ്ട ആളാണ് ഇത്. ഇയാൾക്കൊന്നും ഒരു വാർഡ് പോലും ഭരിക്കാനുള്ള ഒരു കഴിവില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കാൻ വെച്ചേക്കുകയാണ്. നടക്കുന്ന കേസ് കിട്ടുന്നതല്ല എന്തൊക്കെയാലും. അഥവാ ആക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി അധോഗതിയാണ്, സീരിയസ് ആയിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഒന്നിച്ചിരിക്കുക. ട്രംപിന് 100% ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ നിലപാട് വിട്ട് കളിക്കത്തില്ല. നരേന്ദ്രമോദിയും BJP സർക്കാർ ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. നമുക്ക് റഷ്യ അത്രയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത രാജ്യമാണ്. റഷ്യ ആണ് അന്നും ഇന്നും നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട്, നമ്മുടെ സുഹൃത്ത്, രാജ്യത്തിൻ്റെ സുഹൃത്ത് റഷ്യയാണ്. അവരെ വിട്ട് ഞങ്ങളിപ്പോൾ കളിക്കത്തില്ല. റഷ്യ വിട്ട് മാറണം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്. ഇതാണ് ട്രംപിൻ്റെ മെയിൻ. അതിനാണ് ഈ തീരുമാനം ഉണ്ടാക്കി കൂട്ടുന്നവൻ. ഇതൊന്നും നടക്കത്തില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.